ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ പലപ്പോഴേ ഈ അപ്‌വർക്കിനെ കുറിച്ചും അപ്‌വർക്കിലൂടെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ചും അതിലൂടെ ഏൺ ചെയ്യുന്നതൊക്കെ പറയുമ്പോഴൊക്കെ പലർക്കും ഒരു സംശയം തോന്നുന്നുണ്ടാവും. നമുക്ക് ഇത്രയൊക്കെ അപ്‌വർക്കിലൂടെ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പം നമ്മൾ അപ്‌വർക്കിനെ പരിചയമുള്ളവർക്ക് അല്ലെങ്കിൽ അതിലൊരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി നമ്മളിപ്പോൾ പ്രൊജക്റ്റുകളെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കൊന്നും അത്ര സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അല്ലാത്ത പുതിയൊരാൾക്ക് എപ്പോഴും ആ ഒരു സംശയം ഉണ്ടാവും. ഇങ്ങനെ ഇതിലൂടെ ഇത്രയൊക്കെ കിട്ടുമോ? നമുക്ക് ഇത്രയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. ഇപ്പൊ ഞാനൊരു പുതിയതായിട്ട് വരുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ആ സംശയം. അപ്പൊ എന്തായാലും നമുക്കിന്നേ ഒരു ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ഫ്രീലാൻസേഴ്സ് എത്ര ഇതിലൂടെ ഏൺ ചെയ്യുന്നു എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ടാലൻസ് എടുത്തു. എന്നിട്ട് ഞാനൊരു വെബ് ഡെവലപ്പേഴ്സ് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ വെബ് ഡെവലപ്പേഴ്സ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇതിൽ വെബ് ഡെവലപ്പേഴ്സിന്റെ ലിസ്റ്റ് വന്നു, ഫ്രീലാൻസേഴ്സിന്റെ വന്നു. ഇതിൽ നമുക്ക് ഈ ടോപ്പ് റേറ്റഡ് പ്ലസ് എടുക്കാം. കാരണം ടോപ്പ് റേറ്റഡ് പ്ലസ് എന്നുള്ള ആളുകളായിട്ട് ടോപ്പ് റേറ്റഡ് പ്ലസ് ആയിട്ടുള്ള ഫ്രീലാൻസേഴ്സ് ആയിരിക്കും കൂടുതൽ ഏൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഈ ലിസ്റ്റിൽ വന്നു. ആദ്യത്തെ ആൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അയാൾക്ക് $1 മില്യൺ ആണ് അയാൾ ഇതുവരെ ഏൺ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ഒരാൾ, അയാൾ ചെക്ക് റിപ്പബ്ലിക് ആണ്. അയാൾ $2 മില്യൺ ആണ് ഏൺ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഇയാൾ 400K, അതായത് 4 ലക്ഷം $. ഇതൊരു ഇന്ത്യക്കാരനാണ്. ഇയാൾ $2 ലക്ഷം ആണ് ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. നമുക്കിതൊന്ന് ഒരെണ്ണം ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എത്രത്തോളം നമ്മൾ ഇന്ത്യൻ റുപ്പീസിലോട്ട് രൂപയിലേക്ക് മാറ്റുമ്പോൾ എത്രത്തോളം എമൗണ്ട് വരും നോക്കാം. ഇപ്പോൾ 1 മില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അതായത് 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. $1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആണ്. അപ്പോൾ നമുക്ക് ഈ 10 ലക്ഷം $നെ ഇനിയൊന്ന് രൂപയിലേക്ക് മാറ്റി നോക്കാം. അതായത് 1 മില്യൺ അതായത് 10 ലക്ഷം $നെ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ ഇത്രയാണ് വരുന്നത്. അതായത് 8.5 crore, 8.5 കോടി രൂപയാണ് ഒന്നാമത്തെ ആൾ ഏൺ ചെയ്തിട്ടുള്ളത്. അതായത് 1 മില്യൺ എന്ന് പറഞ്ഞാൽ 8.5 കോടി രൂപ വരും, $1 മില്യൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുപോലെ ഇയാളാവുമ്പോൾ $2 മില്യൺ. അപ്പൊ നേരത്തെ തന്നെ ഇരട്ടി വരും. ഏകദേശം ഇയാളൊരു 17 കോടി രൂപ ഈ അപ്‌വർക്കിലൂടെ നേടിയെടുത്തിട്ടുണ്ട്, അല്ലാതെ ഏൺ ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യക്കാരൻ ഇയാളെന്ന് പറഞ്ഞാൽ $2 ലക്ഷം ആണ് ഇതിലൂടെ കിട്ടിയിട്ടുള്ള അപ്‌വർക്കിലൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 10 ലക്ഷത്തിന് പകരം നമുക്കൊരു 2 ലക്ഷം കൊടുക്കാം. അതായത് 1.7 കോടി രൂപയാണ് ഇയാൾ $200K ഇയാള് അപ്‌വർക്കിലൂടെ ഏൺ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ വെബ് ഡെവലപ്പേഴ്സിന്റെ അടുത്ത് പോയി. ഇതുപോലെ നമുക്ക് ഒരു കാറ്റഗറി കൂടി എടുത്ത് നോക്കാം. അതായത് ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ ഈ ടോപ്പ് റേറ്റഡ് പ്ലസ് കാറ്റഗറി തന്നെ എടുത്ത് നോക്കാം. ഇയാൾ 600K ആണ്. ഇയാൾ ഈ ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഈ കമ്പനി മൊത്തത്തിൽ $10 മില്യൺ അപ്‌വർക്കിലൂടെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്, കമ്പനിക്ക്. ഇയാൾക്ക് മാത്രമായിട്ട് $600K കിട്ടിയിട്ടുണ്ട്, അതായത് 6 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇയാൾക്ക് വീണ്ടും $2 മില്യൺ കിട്ടിയിട്ടുണ്ട്, അതായത് 17 കോടി. അടുത്ത ആള് $1 മില്യൺ. ഇത് അടുത്ത ആൾക്ക് 400K, അതായത് 4 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നോക്കുമ്പോൾ ഇപ്പൊ ഇത് പല പല രാജ്യങ്ങളിലുണ്ട്. ഇതെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യയിൽ നിന്നുള്ള ആളുണ്ട്. ഇയാൾ 8 ലക്ഷം ഇയാൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്‌വർക്കിലൂടെ ഇത്രയും ഏൺ ചെയ്യുന്നവരുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ ഏൺ ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അപ്‌വർക്കിലൂടെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 25 ലക്ഷം, അത് ഞാൻ ടോട്ടൽ ഫ്രീലാൻസ് സൈറ്റുകളിലൂടെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതൊന്നും ഒരു സംഖ്യയല്ല. അതൊന്നും ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അപ്‌വർക്ക് പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ. നമ്മൾ ഈ പറയുമ്പോൾ കേൾക്കുമ്പോൾ പലർക്കും തോന്നുമായിരിക്കും ഇങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇത് ആർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ഇപ്പൊ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, ഇപ്പൊ വെർച്വൽ അസിസ്റ്റന്റോ
അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി ആ കാറ്റഗറി വെറുതെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ആളുകൾ അതിൽ ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഇന്ത്യൻ ആള് തന്നെ, ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു അത് ഈ 600K, അതായത് ഈ കമ്പനി $10 million ഏൺ ചെയ്ത കമ്പനി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു USA എന്നുള്ള ഫ്രീലാൻസർക്ക് കിട്ടുന്ന അത്ര ചിലപ്പോൾ ഇന്ത്യ എന്നുള്ള ഫ്രീലാൻസർ നേടിയിട്ടുണ്ടാവില്ല പലപ്പോഴും. അത് ആ ഒരു നമ്മുടെ ഈ ഹവർലി റേറ്റിലൊക്കെ ഒരു വ്യത്യാസം കൊണ്ടാണ്. എന്നാലും ഇതിലൂടെ കോടികളും ലക്ഷങ്ങളും, ഒരുപാട് ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കുന്ന ഫ്രീലാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അത് സീരിയസ് ആയി ചെയ്യുന്നവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിൽ നന്നായി അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതൊന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് ഇന്ന്. ഓക്കെ, താങ്ക് യു.